ISRO ഗൂഢാലോചന കേസിലെ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന് സിബി മാത്യൂസ് അടക്കമുള്ള പ്രതികൾ തെളിവ് നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അവമാനിക്കാനും ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തൽ, കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കലും തടഞ്ഞുവയ്ക്കൽ കുറ്റവും പ്രതികൾ ചെയ്തുവെന്നും കുറ്റപത്രം. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണല്ലോ വിവരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ മുഴുവൻ ഭാഗവും നോക്കുമ്പോൾ മനസ്സിലാകുന്നത്? പ്രജീഷ്, ISRO കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് CBI അന്വേഷിച്ചത്. ഈ ഗൂഢാലോചന കേസിലാണ് CBI തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സിബി മാത്യൂസ്, S. വിജയൻ, ജോഷുവ ജയപ്രകാശ് അടക്കമുള്ളവരാണ് 5 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്ന കാര്യം, അതായത് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് CBI നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് സിബി മാത്യൂസും S. വിജയനും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വ്യാജമായി തെളിവ് നിർമ്മിക്കാൻ ശ്രമിച്ചു, അകാരണമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നീ കുറ്റങ്ങളാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ ആരോപിച്ചിരിക്കുന്നത്. നേരത്തെ FIR-ൽ പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ തകർക്കാൻ വേണ്ടി വിദേശ ശക്തികളുമായി പ്രതികൾ ഗൂഢാലോചന നടത്തി എന്നായിരുന്നു. എന്നാൽ അക്കാര്യം ഇപ്പോൾ അന്വേഷണത്തിന് അവസാനം സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു കണ്ടെത്തൽ CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് ആ FIR ആരോപണത്തിൽ നിന്ന് ഭാഗികമായി CBI പിന്നോക്കം പോയിട്ടുണ്ട് എന്നാണ് ഈ കുറ്റപത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിനൊപ്പം തന്നെ ഈ കേസിൽ ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന കേസ് മാത്രമാണ്, എന്ന കുറ്റം മാത്രമാണ് ജാമ്യമില്ലാ കുറ്റമായിട്ടുള്ളത്. മറ്റെല്ലാം ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. ഏതായാലും നമ്പി നാരായണന്റെ പരാതിയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ജെയിൻ കമ്മീഷനാണ് അന്വേഷണം സമർപ്പിച്ച് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ CBI നിയോഗിച്ചത്. ആ CBI 2 വർഷത്തിലധികം എടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. അടുത്ത മാസം 26-ന് 5 പ്രതികളും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതീക്ഷ. ശരി, അനന്തകൃഷ്ണനാണ് വിവരം നൽകിയത്. ISRO ഗൂഢാലോചന കേസിലെ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. സിബി മാത്യൂസ് അടക്കമുള്ള പ്രതികൾ തെളിവ് നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ഗൂഢാലോചന നടത്തിയതടക്കമുള്ള കണ്ടെത്തലുകളാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്.